ഡോപ്പമൈൻ ഡീറ്റോക്സ്. ഈ ഡോപ്പിൻ എന്ന് പറയുന്ന ഒരു അർത്ഥം, ആ വാക്ക് എന്താന്ന് പോലും പലർക്കും അറിയില്ല. ആ ഒരു സംഭവം. ഇപ്പൊ ഈ ഡോപ്പമിൻ പറയാണ് നമ്മുടെ ബ്രെയിനിലെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെന്ന് തന്നെ പറയാം. കാരണം ആ ഒരു സംഭവമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ഹാബിറ്റ്സ്. ഞാൻ പറയുന്ന ഒരു മോട്ടിവേറ്റിംഗ് ഹോർമോൺ എന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ രീതിയിലും കൺട്രോൾ ചെയ്യുന്ന ഒരു ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഒരു സംഭവം വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, അത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ഒരു ഇതായി മാറി, ഒരു ഹാബിറ്റായി മാറി. അതേപോലെ തന്നെ വേറൊരു സംഭവം എടുക്കാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിങ്ങനെ റീൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കത് എന്താണ് ഒരു സുഖം കിട്ടുന്നുണ്ട്. അവിടെ ഒരു ഡോപ്പമിൻ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഫ്രീ ഡോപ്പമിനാണ്, ഒരു പേയ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. ഫ്രീ ഡോപ്പമിൻ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇത് റിലീസ് ആയിക്കൊണ്ടിരിക്കുന്ന പീക്കിൽ എത്തി നിൽക്കുന്ന ഒരു കുട്ടിയോ ആരെന്തോ ആയിക്കോട്ടെ, അവന് പറ്റിയ ലോ ഡോപ്പമിൻ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഇപ്പൊ പുറത്ത് പോയി കളിക്കുക, സ്റ്റഡീസ് ഒരിക്കലും നടക്കൂല. കാരണം അയാളുടെ ഡോപ്പമിന് ത്രഷോൾഡ് അവിടെ കൂടുകയാണ്. ത്രഷോൾഡ് കൂടിയിട്ട് അതിന്റെ ഒരു മറ്റേ ആൻഡ്രി ഹ്യൂബർമാൻ അറിയോ? ആൻഡ്രി ഹ്യൂബർമാൻ ന്യൂറോ സൈജ്. അപ്പോൾ അയാൾ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ ഈ ബ്രെയിനിൻ്റെ, അതായത് ഈ ഡോപ്പമൈൻ സ്പൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ജസ്റ്റ് ഒരു ഗ്രാഫ് സങ്കല്പിക്കുക. ഈ ഗ്രാഫിൽ ഇങ്ങനെ സ്പൈക്ക് ഉണ്ട്. അതായത് നമ്മൾ ഓരോ ഡോപ്പമൈൻ ഹിറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ചെയ്യുമ്പോൾ സ്പൈക്ക് ഇങ്ങനെ വരും. ഇപ്പോൾ എക്സാമ്പിൾ വരാണെങ്കിൽ, ഒരാൾ സിഗരറ്റ് വലിക്കുമ്പോൾ ഒരു സ്പൈക്ക് ഉണ്ടാവും. അപ്പോൾ അയാൾ കുറേ കാലത്തിന് ശേഷം സിഗരറ്റ് വലിച്ച്, അപ്പോൾ സ്പൈക്കായി. അങ്ങനെ പോയിട്ട് പിന്നെ സിഗരറ്റ് വലിച്ച് സ്പൈക്കായി. അപ്പോൾ അയാളെ നോർമൽ ഈ ഒരു നമ്മൾ സ്ട്രിങ് ഉണ്ടല്ലേ, സ്ട്രിങ് നമ്മളിങ്ങനെ വലിക്കണനുസരിച്ച് എന്തുണ്ടാവുക, ഇതിൻ്റെ ഈ ഒരു ഇത് വേവ് ഇങ്ങനെ ഇതായി. നേരെ മറിച്ച് നമ്മൾ ഒരു ഇടക്കിടക്ക് വല്ലപ്പോഴും വലിക്കുമ്പോൾ അത് വലിയൊരു വേവായി തന്നെ അവിടെ കൊടുക്കും. നേരെ മറിച്ച് ഒരു ഇടക്കിടക്ക് വലിക്കുമ്പോൾ ആ വേവിൻ്റെ സംഭവം എന്താവും, ചെറുതായി നമ്മൾ പോലെ തോന്നും. അതന്നെ എന്തെങ്കിലും ഉണ്ടാവണം. അതായത് ഈ ഒരു വേവ് ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ പിന്നെ ആ വേവ് അടിയിലേക്ക് പോയ പോലെ തോന്നും. അതായത് വേവ് ഒരു നോർമൽ ലെവലിലായി, നമ്മൾ മാക്സിമം ത്രഷോൾഡ് പറഞ്ഞാൽ ആ ഒരു ലെവലിലായി. പിന്നെ അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് ഡോപ്പമൈൻ കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ഒരു സംഭവം വലിക്കുന്ന കാലത്ത് നമുക്ക് 3-4 വേണ്ടി വരും സിഗരറ്റ്. എല്ലാ വിഷയത്തിലും അങ്ങനെ. ഇപ്പം പറഞ്ഞ പോലെ മറ്റേ ഗുളി കഴിക്കുന്നില്ല, 1 വീതം 3 നേരം വെച്ച് കഴിക്കും. ആരാന്ന് മനസ്സിലായില്ലേ? അതേപോലെ ഓരോ സംഭവത്തിലും ഇപ്പോൾ റീൽസിൻ്റെ വിഷയം പറഞ്ഞ പോലെ, റീൽസിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് അത്രയും നമ്മുടെ ഡോപ്പമൈൻ്റെ സ്പൈക്ക് കിട്ടി നമുക്ക് നിർത്താൻ തോന്നില്ല. ഫോൺ ചാർജ് ചെയ്ത് വെച്ച് അതിൽ ചെയ്യും. നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തില്ല, നമ്മളാണ് ഈ പോലെ വീണ്. നമ്മള് ആ ഒരു ഇതിൽ കൂടെ കടന്നു വന്നിട്ട് ഉള്ളൊരു ആളാണ്. അപ്പൊ നമുക്ക് അതിനെ പറ്റി നല്ല രീതിയിൽ അറിയാൻ പറ്റും. എന്റെ ഒരു ഉദ്ദേശം, ഞാൻ പരമാവധി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, സ്ക്രീൻ ടൈം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമെ ഡിലീറ്റ് ആയി കളഞ്ഞു. ആ സമയം നമുക്ക് എത്ര കൺട്രോൾ ചെയ്ത് വെച്ചാൽ അത്രയും ബെറ്റർ ആണ്. പ്രത്യേകിച്ച് സ്റ്റഡി ഓപ്ഷന്റെ. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ചാലഞ്ച് ചെയ്യാൻ തന്നെ കൂട്ടിക്കോ. അത്രയും പീക്കിൽ, അത്രയും ത്രഷോൾഡിൽ നിൽക്കുന്ന ഒരു ആൾക്ക് ഒരിക്കലും സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ചാലഞ്ചാണ്. കാരണം ശ്രമിച്ചു നോക്കിക്കോട്ടെ, ഒരിക്കലും പറ്റില്ല ആ ഒരു കാര്യം. അതെ, അത് ഇപ്പോൾ ഒരാളങ്ങനെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അയാളെ ഡോപ്പമൈൻ ത്രഷോൾഡ് പറഞ്ഞാൽ അത്ര അടിയില്ല. അതായത് അയാളെ ടോർച്ചർ ചെയ്യണ പോലെയാണ്. അത്രയും ഒരു ഇതുള്ള ഒരാളെ കൊണ്ടിട്ട് നമ്മൾ പഠിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ അവർ ടോർച്ചർ ചെയ്തിട്ട് നമ്മൾ ഇതാക്കണ പോലെയാണ്. കാരണം അവർക്ക് ഇതിൽ താല്പര്യമില്ല. അതേപോലെ തന്നെ ഈ സാധനം നമ്മൾ പഠിച്ചൊന്നും തല ഇരിക്കണമെന്ന് തന്നെ ഇല്ല. അതായത് നമ്മുടെ തല ഇപ്പം തന്നെ ഈ കുറേ റീൽസ് ഇറങ്ങും, റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് എനിക്ക് നടന്നിട്ടുണ്ട്. അതായത് എക്സാം ടൈം പോയിരുന്ന ഇങ്ങനെ ആലോചിക്കുക തന്നെ വരും. അപ്പോഴത്തേക്ക് റീൽസിന്റെ സൗണ്ട് വരും. അതായത് റീൽസ് കേട്ട പാട്ടൊക്കെ വരും. ചുട്ടമല്ലി പാട്ട്, ചുട്ടമല്ലി അത്ര ഒന്നല്ല, അതൊന്നല്ല, അതിക്ക് മേലെ വരും. പിന്നുള്ള ഒരു ഡോപ്പമിൻ ഒരു പോൺ അഡിക്ഷൻ ആണ്, പോൺ വാച്ചിങ്. അതും പറഞ്ഞ് അതിപ്പോ ഈ ഡ്രഗ്സിനെക്കാട്ടിലും ഏറ്റവും വലിയൊരു ഇതാണ് ഒരു ലഹരി എന്ന് പറഞ്ഞ ഈ പോൺ അഡിക്ഷൻ. അതിലും അത്രയും ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞ അതിനെ ഡെഡിക്കേറ്റഡ് ഒരു എപ്പിസോഡ് തന്നെ ചെയ്യേണ്ടി വരും. കാരണം അത്രയും വാസ്റ്റ് ആയിട്ട് ടോപ്പിക്കാണ് അത്. നമ്മൾ അതിന്റെ ഒരു എവല്യൂഷൻ മുതൽ അത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്.